സൈക്കിളിൽ വസ്ത്രങ്ങൾ വിൽക്കുന്ന ജോലിയായിരുന്നു അത്തർ ഹുസൈന്. കച്ചവടം കഴിഞ്ഞ് മടങ്ങും വഴി സൈക്കിൾ പഞ്ചറായി. പഞ്ചർ ഒട്ടിക്കാൻ ഒരു കട തിരയുന്നതിനിടെ ഒരു കൂട്ടം ആളുകൾ മുന്നിലെത്തുന്നു. 20ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അവർ പേര് ചോദിച്ചു. മുഹമ്മദ് അത്തർ ഹുസൈൻ എന്ന് മറുപടി. മുസ്ലിമാണോ എന്ന് വീണ്ടും ആരൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ കൂട്ടത്തിലെ കുറച്ചുപേർ ചേർന്ന് ഹുസൈനെ പിടിച്ചുവെച്ച് അദ്ദേഹത്തിന്റെ പാന്റ് അടിച്ച് മതം നിർണയിച്ചു കഴിഞ്ഞിരുന്നു. വലിച്ചിഴച്ചു കൊണ്ടുപോയി കൈകാലുകൾ തല്ലിയൊടിച്ചു. പ്ലെയർ ഉപയോഗിച്ച് നഖങ്ങൾ പിഴുതെടുത്തു. ചെവിയിൽ മുറിവേൽപ്പിച്ചു. അതിഗുരുതരമായി പരിക്കേറ്റ അത്തർ ഹുസൈൻ ഡിസംബർ 12 രാത്രി മരിച്ചു. നീതിന്യായ വ്യവസ്ഥയെയും മതനിരപേക്ഷതയെയും വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്ത് വീണ്ടും ഒരു ആൾക്കൂട്ട കൊല നടന്നിരിക്കുന്നു. ഇത്തവണ ബീഹാറിലാണ്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഏകദേശം 7:30 മണിയോടെ മുഹമ്മദ് ഷാക്കിബിന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ എത്തി. അടുത്തുള്ള നവാഡ ജില്ലയിൽ ആക്രമിക്കപ്പെട്ട ആളായിരുന്നു അത്. തന്റെ മൂത്ത സഹോദരനാണ് അത് എന്നറിയാൻ ഒരു തവണ കൂടി നോക്കി ഉറപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഷാക്കിബിന്. 4 മക്കളാണവർ. മൂത്തത് മുഹമ്മദ് അത്തർ ഹുസൈൻ. ഷാക്കിബിന്റെ ഞെട്ടൽ മാറിയിരുന്നില്ല. കുടുംബത്തിന് ഒരിക്കലും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത ക്ഷതമുണ്ടായിരിക്കുന്നുവെന്ന് ഷാക്കിബ് തിരിച്ചറിഞ്ഞു. 50കാരനായ അത്തർ ഹുസൈൻ കഴിഞ്ഞ 20 വർഷത്തോളമായി സൈക്കിളിൽ സഞ്ചരിച്ച് വസ്ത്രങ്ങൾ വിൽക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. ഇതിലൂടെ കിട്ടുന്ന ചെറിയ തുകയായിരുന്നു കുടുംബത്തിന്റെ ഏക വരുമാനം. ഭാര്യ ഷബ്നം പർവീൻ, 2 കുട്ടികൾ, സഹോദരൻ മുഹമ്മദ് ഷക്കീബ് ആലം എന്നിവരുടെ അത്താണി അദ്ദേഹമായിരുന്നു. ദിവസവും പുലർച്ചെ പുറപ്പെട്ട് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് വസ്ത്രങ്ങൾ വിറ്റ് സായാഹ്നത്തോടെ വീട്ടിലേക്ക് മടങ്ങിയെത്തും. എന്നാൽ ഡിസംബർ 5 കച്ചവടത്തിന് പോയ അദ്ദേഹം മടങ്ങിയെത്തിയില്ല. ഡിസംബർ 5 രാത്രി റോ പോലീസ് സ്റ്റേഷനിലേക്ക് എമർജൻസി നമ്പർ 112 വഴി ഒരു കോൾ എത്തി. മോഷ്ടാവെന്ന് സംശയിക്കുന്ന ഒരാളെ ഭട്ടാ ഗ്രാമത്തിലെ നാട്ടുകാർ പിടികൂടി കെട്ടിയിട്ടിരിക്കുന്നു എന്നായിരുന്നു വിവരം. പറഞ്ഞ് മുഴുമിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ആ കോൾ അവസാനിക്കുകയും ചെയ്തു. രാത്രി 2:30ഓടെ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അത്തർ ഹുസൈനെയാണ്. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അദ്ദേഹത്തെ നവാഡ സദർ ആശുപത്രിയിലേക്ക് മാറ്റി. അതിഗുരുതരമായ പരിക്കുകൾ കാരണം പിന്നീട് പവാപുരി VIMS ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി. ആശുപത്രി കിടക്കയിൽ വെച്ചാണ് സംഭവിച്ചത് എന്താണ് എന്ന് അത്തർ ഹുസൈൻ പറയുന്നത്. ഡിസംബർ 5 രാത്രി റോ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഭട്ടാപ്പാർ ഗ്രാമത്തിനടുത്ത് വെച്ച് സൈക്കിൾ പഞ്ചറായി. പരിസരത്ത് തീ കായുകയായിരുന്ന യുവാക്കളെ കണ്ട് സൈക്കിൾ ഉരുട്ടി അങ്ങോട്ട് പോയി അവരോട് അടുത്തെവിടെയെങ്കിലും സൈക്കിൾ റിപ്പയർ ഷോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു. പക്ഷെ ആ ചോദ്യത്തിനുള്ള മറുപടി ആയിരുന്നില്ല കിട്ടിയത്. അവരുടെ ഭാവം മാറി. നിങ്ങളുടെ പേരെന്താണ്, ജോലി എന്താണ്, ചുറ്റും വളഞ്ഞ് അവർ ചോദിച്ചു. പേര് മുഹമ്മദ് അത്തർ ഹുസൈൻ എന്ന് പറഞ്ഞതോടെ സൈക്കിളിൽ നിന്ന് അടിച്ചു താഴെയിട്ടു. വലിച്ചിഴച്ചു കൊണ്ടുപോയി. കുറച്ചുപേർ പോക്കറ്റ് പരിശോധിച്ച് അന്ന് കച്ചവടം നടത്തി കിട്ടിയ 8000 രൂപ കവർന്നു. 4 പേർ ചേർന്ന് കൈകാലുകൾ കെട്ടി ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. പാന്റ് അടിച്ച് മതം ഉറപ്പിച്ചു പോയവർ പിന്നീട് ഏറെ നേരം കഴിഞ്ഞാണ് തിരിച്ചെത്തിയത്. കുറച്ചധികം പേരുണ്ടായിരുന്നു അവർക്കൊപ്പം. ഇഷ്ടികകളും വടിയും കൊണ്ട് അടിക്കാൻ തുടങ്ങിയവർ. ചെവികളും വിരലിന്റെ അറ്റവും പ്ലെയർ ഉപയോഗിച്ച് മുറിച്ചു. ഇരുമ്പ് വടി ചൂടാക്കി തൊലിയുരിച്ചു. ഒരാൾ നെഞ്ചിൽ ചവിട്ടി ശ്വാസം പൊട്ടിച്ചു. ആ സമയം വായിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചതായും മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ആശുപത്രി കിടക്കയിൽ നിന്ന് രേഖപ്പെടുത്തിയ വീഡിയോയിൽ അത്തർ ഹുസൈൻ പറയുന്നു. മരിക്കുമെന്ന് ഉറപ്പായ ശേഷമായിരിക്കണം അവർ പിൻവാങ്ങിയത്. അത്തറിന്റെ ഭാര്യ ഷബ്നം പർവീൻ റോ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്തു. ഹുസൈന്റെ വീഡിയോയിൽ സോനു കുമാർ, രഞ്ജൻ കുമാർ, സച്ചിൻ കുമാർ, ശ്രീകുമാർ എന്നിവരുടെ പേരെടുത്തു പറയുന്നുണ്ട്. കച്ചവടം നടത്താൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ആളുകളെ തിരിച്ചറിയാൻ ഹുസൈന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോ തന്നെയാണ് കേസിലെ നിർണായക തെളിവും. ഭാര്യയുടെ പരാതിയിൽ ഭട്ടാപ്പർ ഗ്രാമത്തിലെ 12 പേരെയും 10-15 അജ്ഞാതരെയും പ്രതി ചേർത്തിരുന്നു. 9 ദിവസം ഹോസ്പിറ്റലിൽ ജീവന് വേണ്ടി പോരാടി ഒടുവിൽ ഡിസംബർ 12 അത്തർ ഹുസൈൻ മരണപ്പെട്ടു. ബിഹാർ ഷെരീഫ് സദർ ഹോസ്പിറ്റലിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ഡിസംബർ 6 റോ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. സത്യനാരായൺ കുമാർ, മന്ദു യാദവ്, സോനു കുമാർ, സതീഷ് കുമാർ, രാംസ്വരൂപ് യാദവ്, സിക്കന്ദർ യാദവ്, രഞ്ജൻ കുമാർ, വിപുൽ കുമാർ, സച്ചിൻ കുമാർ, സുധീർ യാദവ്, സുഗൻ യാദവ്, ശ്രീ യാദവ് എന്നിവരടക്കം 12 പേരെയും 15 തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളെയും FIRൽ പ്രതി ചേർത്തു. ഭാരതീയ ന്യായ സംഹിതയുടെ 190, 191(2), 191(3) നിയമവിരുദ്ധമായി സംഘം ചേരലും കലാപവും, 126(2), 115(2), 117, 118 ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, 109, 74, 303(2) എന്നീ വകുപ്പുകൾ ചേർത്താണ് FIR രജിസ്റ്റർ ചെയ്തത്. നവാഡ SP അഭിനവ് ധീമൻ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു. 24 മണിക്കൂറിനുള്ളിൽ 4 പേർ അറസ്റ്റിലായി. ഡിസംബർ 13 4 പേരെ കൂടി അറസ്റ്റ് ചെയ്തു.
ഇതിൽ 2 പേർ 18 വയസ്സിൽ താഴെയുള്ളവരാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ബാക്കിയുള്ള പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. കള്ളൻ എന്നാരോപിച്ച് ഭർത്താവിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഷബ്നം പർവീണിന്റെ പരാതി. അത്തർ ഹുസൈന്റെ മരണശേഷം കൊലപാതക വകുപ്പുകൾ ചേർത്ത് എഫ്ഐആർ പുതുക്കുകയായിരുന്നു. പ്രതികൾ തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും സഹോദരനെ അപമാനിച്ചുവെന്നും ഷബ്നം പറയുന്നു. കുടുംബം ഭീതിയിലാണ് കഴിയുന്നത്. തങ്ങളുടെ മക്കൾക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളതെന്നും അവർ ചോദിക്കുന്നു. അക്രമം അന്വേഷിക്കാൻ സ്ഥലത്തെത്തിയ പോലീസിനോട് പട്ടാനിവാസികൾ പറഞ്ഞത് അത്തർ ഹുസൈൻ വീട്ടിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാണ്. ഡിസംബർ 5 രാത്രി 10 മണിയോടെ വീട്ടിൽ മോഷണം നടന്നു. സ്വർണവള, താലി, വെള്ളി അരപ്പട്ട, പിച്ചള പാത്രമടക്കമുള്ളവ കവർന്നു. തന്റെ സഹോദരൻ സത്യനാരായൺ കുമാറും സുഹൃത്തുക്കളും കള്ളനെ പിടികൂടി വടികൊണ്ട് തല്ലിയെന്ന് സിക്കന്ദർ യാദവ് എന്നയാൾ പോലീസിനോട് പറഞ്ഞു. ഈ പരാതിയെ തുടർന്ന് നവാഡ പോലീസ് പരിക്കേറ്റ ഹുസൈനെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ 305, 317(2), 331(4) വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹുസൈന്റെ ഭാര്യ സിക്കന്ദർ യാദവിനും ഇയാളുടെ സഹോദരനായ സതീഷ് കുമാർ, സത്യനാരായൺ കുമാർ എന്നിവരുൾപ്പെടെ 7 പേർക്കെതിരെ കൗണ്ടർ എഫ്ഐആർ ഫയൽ ചെയ്യുന്നത്. സംഭവം ബീഹാറിലെ നിയമവ്യവസ്ഥയെക്കുറിച്ച് ഗുരുതര ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് പകരം ആഭ്യന്തരമന്ത്രി സ്ഥാനം ബിജെപിയുടെ സമ്രാട് ചൗധരി ഏറ്റെടുത്ത 1 മാസത്തിനുള്ളിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. ഭീകരമായ കൊലപാതകമെന്ന് അപലപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബിജെപിയുടെയും RSSന്റെയും വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഫലമാണിതെന്നും പ്രസ്താവനയിറക്കി. പ്രതികൾക്ക് കർശന ശിക്ഷ നടപ്പാക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ബീഹാർ സംസ്ഥാന അമീർ മൗലാന റിസ്വാൻ അഹമ്മദ് ഇസ്ലാഹിയും സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തി. ബീഹാറിലെ സുശാസൻ എന്ന അവകാശവാദത്തിനുമേൽ ചോദ്യചിഹ്നം ഉയർത്തുന്ന സംഭവമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അവരുടെ ഭരണത്തെ വിശേഷിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ് സുശാസൻ. നല്ല ഭരണം എന്നാണ് ഇതിനർത്ഥം. കേസ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് മാറ്റണമെന്നും അത്തർ ഹുസൈന്റെ കുടുംബത്തിന് കുറഞ്ഞത് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷ കമ്മീഷനും ഇടപെടണമെന്നും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ പ്രതിനിധി സംഘം കുടുംബത്തെ സന്ദർശിക്കുമെന്നും അറിയിച്ചു. പ്രതികളെ വേഗം അറസ്റ്റ് ചെയ്ത് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ശക്തമാക്കുകയാണ്. അത്തറിന്റെ മരണം വെറുമൊരു സംഭവമല്ല, ഒരു സമൂഹത്തിനേറ്റ മുറിവാണെന്ന് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിലും ക്യാമ്പയിനുകൾ ഉയർന്നിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടത് സർക്കാരിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് എന്ന അടിസ്ഥാന പ്രമാണം വീണ്ടും വിസ്മരിക്കപ്പെടുകയാണ്.